ग्रीष्म में सखी ग्रीष्म में सखी നമുക്കൊരൂഷ്മള ദീപ്തിയാർന്നൊരു മധ്യാന വേനൽ. എത്രമേൽ സുഖം, എത്രമേൽ വർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രധാനം. ഗ്രീഷ്മമേ സഖി. തിത്തിത്തേ 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 തിത്തിത്തേ. ദേ പാരു വീണ, പലതവണ നീ സ്റ്റെപ്പ് തെറ്റിക്കണു. ഇനി തെറ്റിച്ചാലുണ്ടല്ലോ കവിളിട്ട് ഞാനൊരു കുത്തു വെച്ചേരും. കളിക്ക്. തിത്തിത്തേ 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 തിത്തിത്തേ. കല ഭഗവാന്റെ വരദാനോ, ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നത്. അതിലൊരിക്കലും നമുക്ക് അഹങ്കാരം പാടില്ല. അഹങ്കരിച്ചാൽ ഭഗവാൻ തന്നെ അത് തിരിച്ചെടുക്കും. പിഴയ്ക്കാത്ത ചുവടുകളാണ് ഒരു നർത്തകിക്ക് വേണ്ടത് ജീവിതത്തിലും. ഗീന, നീ പറയും പോലെ വാരണാസിയിലെ തെരുവുകളിലും മൈസൂരിലെ ഗലികളിലുമല്ല സംഗീതം. സഞ്ചാരപഥയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിര. കേട്ടിട്ടുണ്ടോ നീ? വെക്കണ കാലടികളെല്ലാം ശിവപെരുമാളിനുള്ള പ്രദക്ഷിണമെന്നാണ്. പാടിതാരാണെന്ന് അറിയോ നിനക്ക്? ശ്രീ ശങ്കരാചാര്യ സ്വാമികള്. ശീർകാഴിയിലും ലാൽഗുഡിയിലും താളം ചവിട്ടുന്ന വയലേലകളിലും നിനക്ക് കേൾക്കാം ഗീനാ സംഗീതം. അവിടെ മുറ്റത്ത് കോലം വരയ്ക്കുന്ന കൈകളിൽ നിനക്ക് കാണാം ആ സംഗീതം. ഞാനുമുണ്ട് നിന്നോടൊപ്പം ഈ യാത്രയിൽ. നമുക്ക് നാളേക്ക് പോലാ? ഇല്ല, ഞാനും വരും. இந்த ஸ்நேகம் காணாம போச்சு. பார்க்கறதுக்கு அவனுக்கு கண்ணு இல்லையா? கரையாதம்மா, அவனுக்கும் உனக்கும் சமயம் ரொம்ப மோசம். இனி ஒரு 6 மாச காலம் நீங்க 2 பேரும் ജാഗ്രതയായിരിക്കണം. മൃത്യു വരെ സംഭവിക്കാം. ഹരിയെ പൂട്ടിയിടണമെന്ന പൂട്ടി തന്നെ ഇടണം. ഭയപ്പെടാതെ ആയിരിക്കല്ലേ? இங்கே கெடுங்கோ. സത്യമാമേ, വാതിൽ തുറക്ക. വാതിൽ തുറക്കാനാ പറഞ്ഞേ. എനിക്ക് പോണം. இல்ல, உங்களை அப்படியே எதுவும் விட்டு கொடுக்க முடியாதுங்க. சத்தியமாமா, வாதில் துறங்க. எனக்கு உங்க மேல எவ்வளவு பாசம் இருக்குன்னு தெரியாத என்ன? நான் சொல்லணும் கேளு. നിന്നെ നശിപ്പിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് പോണെന്ന്. സത്യമാമാ, കടവുളെ എന്നെ മണ്ണിച്ചിടും. മാമാ, ആളെ അറിഞ്ഞോ? നമ്മുടെ വിശാലാമാളില്ലയാ പോയി. രാത്രിയായിരുന്നു. ഇന്നലെ കോവിലിൽ പോയി വന്ന് കിടന്നതാ. രാവിലെ ഇളയ കൊച്ചൊന്ന് വിളിച്ചപ്പോഴാ സംഗതി മനസ്സിലായത്. വിശാലാമാളുടെ കാറ്റ് പോയാച്ചെന്ന്. അപ്പോ വിശാലാമാളും അങ്ങനെ പോയി. ആ, മദ്രാസിന്ന് ഇളയ മകനൊക്കെ വരണൂന്ന് ദൈവമാ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന്. വണക്കം. അന്നേ വിശാലമ്മാള് മദ്രാശിയിലേക്ക് ചെക്കൻ്റെ കൂടെ പോയിരുന്നെങ്കിലേ
കുറെ കാലം കൂടി ജീവിച്ചിരിക്കാമായിരുന്നു. അതെങ്ങനെ? സമയമാകുമ്പോൾ പോയല്ലേ പറ്റൂ. ആ ദേവമ്മ, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ, ഒരു പട്ടരും കുട്ടിയും. പട്ടൊരു കുട്ടിയോ? ഓ തന്നെ, ഒരു പട്ടരും ഒരു കുട്ടിയും. അവര് പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയൊന്നുമല്ല ദേവമ്മ സംസാരിക്കുന്നത്. വല്ല നാടോടികളുമായിരിക്കും. ആമാ. സുബ്രു, നീ കൊഞ്ചം വെളിയിൽ പോ. എനിക്ക് അമ്മാവക്കിട്ട് കൊഞ്ചം രഹസ്യം പേശണം. ആ അമ്മാളെ, ഞാനേ വിശാലമ്മളുടെ വീട്ടിൽ എന്നെ വിശേഷം പാത്തിട്ട് വരാം. ദേവമ്മ, ഇനി അധികം സമയം കളയണ്ട. നമുക്കൊരു വിൽപത്രം എഴുതി തയ്യാറാക്കണം. കാലശേഷം ഈ സ്വത്തും വകകളുമെല്ലാം അന്യാധീനപ്പെടണ്ടല്ലോ. சௌக்கியமா? நீ இங்கே? நான் இங்கதான் இருக்கும் நீ. ஓ, குழந்தை? இது காஞ்சனா பாட்டி. காஞ்சனா, அப்புறமா வரேன். காஞ்சனா, காஞ்சனா, காஞ்சனா. ദേവമോളെ, சாப்பிடு சாப்பிடு. பாட்டி செஞ்சது தான். எப்படி? நல்லா இருக்கா? இஷ்டாய? அப்பா பாயசம் வேணுமா? വേണ്ടമ്മാ. എന്റെ ഗൗരി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേരക്കുട്ടിയെ കണ്ടനെ. അതിനെന്താ, ഇവളുണ്ടല്ലോ ഇല്ലേ? ചിലപ്പോഴൊക്കെ ചിലത് പകരം വയ്ക്കാൻ ഭഗവാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി കണ്ടുമുട്ടണം എന്നുള്ളത് വിധി.